അപ്പൊ ഈ ഒരു 6 ചാപ്റ്റേഴ്സും ശരിക്കും ക്രിസ്മസ് എക്സാമിന് സെക്കൻഡ് ടേമിനുണ്ട്. അപ്പൊ ഇത്രയധികം പാഠങ്ങളാണ് മാത്തമാറ്റിക്സിൽ അധികം വന്നിട്ടുള്ളത്. വെയിറ്റേജ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ എക്സ്പെക്ട് ചെയ്യുന്നത്, അങ്ങനെയാണ് ഇതൊരു പ്രോബ്ലം ആയിരിക്കും. കാരണം +1 ടോപ്പിക്സ് ആണ് ഈ ഒരു. ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർഗനൈസ്. ഇറ്റ്സ് മീ സെനിൻ വടക്കൻ ആൻഡ് ഇറ്റ്സ് മീ എൻജെ. സോ ഏറ്റവും പുതിയ മാറ്റങ്ങളോടെ നിങ്ങളുടെ രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് നടത്താൻ പോകണല്ലോ. യെസ്, പാർട്ട് 2 മാത്തമാറ്റിക്സിലേക്ക് വരുന്ന സമയത്ത് 8ാമത്തെ ചാപ്റ്റർ ആയിട്ട് തൊടുവരകൾ അല്ലെങ്കിൽ ടാൻജൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ചാപ്റ്ററിൽ പുതുതായിട്ട് എന്തോ വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന അതേ ടെക്സ്റ്റ് ബുക്കിലെ അതേ ചാപ്റ്റേഴ്സ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ, കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ, കുറച്ച് ചാപ്റ്ററുകളിൽ കുറച്ച് ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതെന്തൊക്കെയാ നമ്മൾ പറഞ്ഞുതരാം അല്ലേ? യെസ്. ഈ പറയുന്ന ചാപ്റ്ററുകളിലൊക്കെ എല്ലാ ചാപ്റ്ററിലേക്കും നമ്മൾ കിടക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് മാറ്റാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒഴിവാക്കി കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്തു. കെമിസ്ട്രിയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. പല ചാപ്റ്ററിലും ഒരുപാട് ടോപ്പിക്സ് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനായിട്ടുണ്ട്. അതായിരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ടെക്സ്റ്റ് ബുക്കിന്റെ മാറ്റം. 9ാമത്തെ ചാപ്റ്റർ ബഹുപദങ്ങളും സമവാക്യങ്ങളും, പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ്. ഇക്വേഷൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഹെഡിംഗിൽ ഇല്ലായിരുന്നു. ഈ പ്രാവശ്യം ഇക്വേഷൻ എന്ന് പറയുന്നത് പേരിലൊരു മാറ്റമുണ്ട്. ചാപ്റ്ററിൽ മാറ്റം അത്രയൊന്നും ഇല്ല. യെസ്, മൂവിംഗ് ടു ദ 10th ചാപ്റ്റർ, വൃത്തങ്ങളും വരകളും. ഇത് നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ഭാഗം. കഴിഞ്ഞ വർഷം ആദ്യത്തെ പാർട്ടിലായിരുന്നു. ഈ പ്രാവശ്യവും 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുണ്ട്. പക്ഷെ പകുതി എത്തിയപ്പോൾ പാഠം പെട്ടെന്ന് തീർന്നു പോയി. അപ്പൊ ഒരു ചാപ്റ്ററിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. നമ്മൾ 1ാമത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒരു 3ാമത്തെ ചാപ്റ്റർ ആയിട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സർക്കിൾസിനെ മുറിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ 10ാമത്തെ ചാപ്റ്റർ ആയിട്ട് കൊണ്ടുപോയിട്ടു. നെക്സ്റ്റ് ജാമിതീയവും ബീജഗണിതം, ദാറ്റ് ഈസ് ജോമെട്രി ആൻഡ് അൽജിബ്ര. ജോമെട്രി ആൻഡ് അൽജിബ്ര എന്ന് പറയുന്ന ചാപ്റ്റർ കുറച്ചുകൂടിയും ഡീറ്റെയിൽ ആയിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഓരോ കാര്യവും വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ച് പേജിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. കോണ്ടന്റിൽ എന്തില്ല, മാറ്റമൊന്നുമില്ല. യെസ്, ഘനരൂപങ്ങൾ, നമ്മുടെ ഷേപ്സ്. ഇവരെ 9ാം ക്ലാസ് പഠിച്ച ചാപ്റ്ററിനാണ്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു 4 ഷേപ്പ് കൂടി പഠിക്കാനുണ്ട്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ആണ് 13ാമത്തെ ചാപ്റ്റർ. എന്തായാലും യെസ്, സ്ഥിതി വിവര കണക്ക്, ദാറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നമുക്ക് എന്തായാലും മീനും മീഡിയം ഒക്കെ നമ്മൾ പണ്ട് പഠിച്ചതല്ലേ. യെസ്, അത് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മാത്തമാറ്റിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതിയ ചാപ്റ്ററുകൾ ആഡ് ചെയ്ത് നമ്പർ കൂടിയല്ലേ സർ? നമ്പർ കൂടി 11 എന്നുള്ളത് 13 ആയി. പക്ഷെ എന്തൊന്നും വന്നിട്ടില്ല, പുതിയ കോണ്ടന്റുകളൊന്നും ശ്രദ്ധിക്കണം. അപ്പൊ വെയിറ്റേജ് നന്നായിട്ട് മാറും. കഴിഞ്ഞ തവണ വെയിറ്റേജ് ലഭിച്ച ചാപ്റ്ററുകൾക്ക് ആയിരിക്കില്ല ഇത്തവണ വെയിറ്റേജ് വരുന്നത്. അത് മാറാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത്രയും അധികം ചാപ്റ്റേഴ്സ് കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കേണ്ടി വരികയാണ്. ഇനി നമുക്ക് കെമിസ്ട്രി നോക്കിയാലോ. കെമിസ്ട്രിയിലെ 3 ചാപ്റ്റേഴ്സ് ആണ് സെക്കൻഡ് വോളിയത്തിൽ ഉള്ളത്. അതില് വൈദ്യുത രസതന്ത്രമാണ് ആദ്യത്തെ ചാപ്റ്റർ. കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കില് ആദ്യത്തെ പാർട്ടിൽ വരുന്ന ഒരു ചാപ്റ്റർ ഇത്തവണ സെക്കൻഡ് പാർട്ടിൽ ഇട്ടൂന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കെമിസ്ട്രിയിൽ 2ാമത്തെ പാർട്ടിലെ കുറച്ച് സാധനം ആദ്യത്തെ പാർട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ ആദ്യത്തെ പാർട്ടിൽ തന്നെയാണ് ഏറ്റവും ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ വരുന്നത്. ഓർഗാനിക്കും അതേപോലെ അവർക്ക് ടഫ് ആയിട്ടുള്ളത് മോൾ കോൺസെപ്റ്റ് ആണ്. ഇത് രണ്ടും ഫസ്റ്റ് പാർട്ടിലാണ്. അതേപോലെ 6ാമത്തെ ചാപ്റ്റർ മെറ്റൽസ് ആണ്, ലോഹങ്ങൾ എന്നുള്ള ചാപ്റ്റർ ആണ്. കഴിഞ്ഞ വർഷം പേര് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് എന്നായിരുന്നു, ലോഹ നിർമ്മാണമായിരുന്നു. ലാസ്റ്റ് ചാപ്റ്റർ വ്യാവസായിക പ്രാധാന്യമുള്ള ചില സംയുക്തങ്ങൾ, ചില കോമ്പൗണ്ട്സിനെ കുറിച്ചിട്ടാണ്. കുറച്ച് കോമ്പൗണ്ട്സ് ആണ്. വടക്കൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ മാറ്റങ്ങൾ കെമിസ്ട്രിയിലുണ്ട്. ഇത്തവണ ഏറ്റവും ടഫ് ആയിട്ട് ഓണം എക്സാമിന് ഫീൽ ചെയ്ത ചാപ്റ്ററും അതേപോലെ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും ടഫ് ആകാൻ പോകുന്നതും കെമിസ്ട്രി തന്നെ ആയിരിക്കും. അതിന്റെ കുറച്ച് കാരണങ്ങളുണ്ട്, നമ്മൾ പറയാം. യെസ്, നമുക്ക് അതിന് മുന്നേ ഒന്ന് വെയിറ്റേജ് നോക്കാം അല്ലെ. നമ്മുടെ വെയിറ്റേജ്, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് എവിടെ വരെ നമ്മുടെ എക്സാമിന് പഠിക്കണം, എവിടെ വരെ നോക്കണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. യെസ്, നമ്മള് ഈ പറയുന്ന 2ാം കൃതി സമവാക്യം എന്ന് പറയുന്ന ഈ ഒരു 5ാമത്തെ ചാപ്റ്റർ വരെയാണ് നമ്മൾ ഓണപരീക്ഷയ്ക്ക് എന്താക്കിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ടേമിൽ ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ ട്രിഗോണമിതി മുതൽ നമ്മുടെ 12ാമത്തെ ചാപ്റ്റർ പകുതി, അതായത് 12 ചാപ്റ്റേഴ്സ് നിങ്ങൾ സെക്കൻഡ് ടേം എക്സാമിന് വേണ്ടി മാത്സിൽ മാത്രം പഠിക്കണം അല്ലെ. കുട്ടികൾക്ക് ഒരു സംശയം ഉണ്ടാവും, 6 എണ്ണം നമ്മൾ ആദ്യം പഠിച്ചതല്ലേ, അത് വരുമോ, അത് ക്രിസ്മസ് എക്സാമിന് വരും? വരും, ഉറപ്പായിട്ടും വരും. അപ്പൊ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് ശരിക്കും 6 പാഠങ്ങൾ ഇതാ 7 മുതൽ 12 വരെ അല്ല പഠിക്കാനുള്ളത്, 1 മുതൽ 12 വരെ പഠിക്കാം. കെമിസ്ട്രിയുടെ കേസ് അങ്ങനെ തന്നെയാണ്. ഈ 6 ചാപ്റ്റേഴ്സ് ആയിരിക്കും ക്രിസ്മസ് എക്സാമിന് സെക്കൻഡ് ടേമിന് നിങ്ങളോട് ചോദിക്കുക. മെറ്റൽസ് വരെ കംപ്ലീറ്റ് ഉണ്ട് മക്കളെ. നമ്മളൊരു വെയിറ്റേജ് കാണിച്ചിരുന്നു, ഇതായിരുന്നു കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന്റെ വെയിറ്റേജ്. അപ്പൊ 6 ചാപ്റ്റർ ഉണ്ട്. ഇതിൽ ഏറ്റവും വെയിറ്റേജ് വന്നത് 4ാമത്തെ ചാപ്റ്റർ ആണ്, 14 മാർക്കാണ്.
സെയിം വെയിറ്റേജ് ആണെങ്കിൽ ഇത്തവണ ഏറ്റവും വെയിറ്റേജ് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിനായിരിക്കും. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താണെന്നറിയോ വടക്കൻ? ഇതില് ഈ കാണുന്ന ഈ മോൾ കാൽക്കുലേഷൻ ഒക്കെ +1 ടോപ്പിക്സാ. അപ്പൊ ഇത് ക്രിസ്മസ് എക്സാമിന് വരുന്ന ടൈമിൽ ഇതിനാണ് ഏറ്റവും വെയിറ്റേജ് ലഭിക്കുന്നതെങ്കിൽ പണി കിട്ടും എന്നുള്ള കാര്യത്തില് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എവിടെയോ ഒരു പ്രശ്നമുണ്ട്. ഏതായാലും ഇതൊന്നും പ്രശ്നമില്ല, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഇത് എന്താക്കി കൊടുക്കും, സിമ്പിൾ ആക്കി തരും. യെസ്, അപ്പോ നമ്മൾ കൂടെയുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ കുറെ അധികം മാറ്റങ്ങളുണ്ട്, കുറെ ടോപ്പിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മെറ്റൽസിലൊക്കെ ആണെങ്കിലും കുറച്ച് ടോപ്പിക്സ് പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചേറെ കാണും ഈ വർഷം. എന്തായാലും നോ പ്രോബ്ലം. നമ്മൾ തമിഴിൽ പറഞ്ഞാൽ പറവയില്ലേ, അതെ, ഇത് ഞങ്ങൾ എന്താക്കും, സിമ്പിൾ ആക്കും, സെറ്റ് ആക്കും. റെഡി അല്ലേ? നിങ്ങളെ കൂടെ ഉണ്ടാവില്ലേ? സോ നമ്മള് പോയാലോ? യെസ്, പോവാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ സെറിൻ വടക്കൻ സൈനിങ് ഓഫ് ഫ്രം RK Next. Bye bye.